Hi students, നമ്മൾ സെക്കൻഡ് ഇയർ മാക്രോ എക്കണോമിക്സ് തേർഡ് ചാപ്റ്റർ മണി ബാങ്കിങ് അതിൽ വേറൊരു പോർഷനിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പണം, അതിൻ്റെ പ്രാധാന്യം, ഫങ്ഷൻസ് ഓഫ് മണി എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഡിമാൻഡ് ഫോർ മണി, പണത്തിൻ്റെ പ്രാധാന്യം ആധുനിക കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പണത്തിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. അതിൽ ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണി, ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിൽ ആദ്യം ഡിമാൻഡ് ഫോർ മണി. എന്താണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ? ഡിമാൻഡ് ഫോർ ക്യാഷ് ഹോൾഡിങ്സ്, പണമായി തന്നെ കൈവശം വെക്കാനുള്ള ജനങ്ങൾ പണമായി തന്നെ കൈവശം വെക്കുന്നതിനെയാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഡിമാൻഡ് ഫോർ ക്യാഷ് ഹോൾഡിങ്സ്, പണമായി തന്നെ ജനങ്ങളുടെ കൈവശം വെക്കുന്നതിനെയാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഡിസയർ ഓഫ് ദ പീപ്പിൾ ടു ഹോൾഡ് മണി ആസ് ക്യാഷ്, പണമായി തന്നെ കൈവശം വെക്കുന്നതിനെയാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ജനങ്ങൾ പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കൈവശം വെക്കുന്നതിനെയാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഇനി ജനങ്ങൾ എന്തിനാണ് പണം കൈവശം വെക്കുന്നത് എന്നുള്ളതാണ്. ജനങ്ങൾ പണം കൈവശം, അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണി, വൈ ഡിമാൻഡ് ഫോർ മണി, എന്തിനാണ് ജനങ്ങൾ ക്യാഷ് കൈവശം വെക്കുന്നത്? നിങ്ങൾക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ പണത്തിന് അത്രയും ഉപയോഗമുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് പണം എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ പണം കൈവശം വെക്കുന്നത് എന്തിനെന്നുള്ള ഒരു ആലോചന നമുക്ക് വേണം. എന്തിനൊക്കെയാണ്? പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾ പൈസ കൈവശം വെക്കുന്നത്. ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവ്, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് എന്നാണ് പറയുക. ഒന്ന് ട്രാൻസാക്ഷൻ ഡിമാൻഡ്, മറ്റൊന്ന് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്, സ്പെക്കുലേഷന് വേണ്ടി കൈവശം വെക്കുന്നു. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, കെയ്ൻസ് പറയുന്നത് 3 താല്പര്യങ്ങളുണ്ടെന്നാണ്. പണം ജനങ്ങൾ കൈവശം വെക്കുന്നതിന് 3 താല്പര്യങ്ങളുണ്ട് എന്നാണ് ജെഎം കെയ്ൻസ് നമ്മൾ പഠിച്ചതാണ്. ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ജെഎം കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങൾ പൈസ കൈവശം വെക്കുന്നത്, പണം കൈവശം വെക്കുന്നത് 3 കാര്യങ്ങളാണ്. ട്രാൻസാക്ഷൻ മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ് ആൻഡ് പ്രീകോഷണറി മോട്ടീവ്. ഇങ്ങനെയുള്ള 3 താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾ കൈവശം വെക്കുന്നതാണ് ജെഎം കെയ്ൻസ് പറഞ്ഞത്. ഇനി നമ്മൾ സെക്കൻഡ് ഇയർ മാക്രോ എക്കണോമിക്സ് NCERT ബുക്കിൽ പറയുന്ന 2 കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ വളരെ വിശദീകരിച്ച് പഠിച്ചിരുന്നു. ഇപ്പോൾ ഉള്ള പുതിയ ബുക്കിൽ ഇതൊരു ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത്, അത്ര പ്രാധാന്യത്തോടെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഫോർ മണി, പണത്തിനുള്ള ഡിമാൻഡ് എന്തൊക്കെയാണ്? അതിലൊന്ന് ട്രാൻസാക്ഷൻ ഡിമാൻഡ് എന്നാണ്. അതിനെ MTD എന്നാണ് പറയുക. MTD, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. MTD, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. MTD, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. അത് സിമ്പിൾ കൊടുക്കുന്നത് MTD എന്നാണ്. ഇങ്ങനെയാണ് എഴുതുക, MTD, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. അത് നമ്മൾ കൈമാറ്റത്തിന് വേണ്ടി ദൈനംദിന ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി ജനങ്ങൾ പൈസ കൈവശം വെക്കുന്നുണ്ട്. അത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. ജനങ്ങൾ കൈമാറ്റത്തിന് വേണ്ടി പൈസ കൈവശം വെക്കുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ജനങ്ങൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ കൈവശം വെക്കുന്നതാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഫോർ ഡെയിലി ട്രാൻസാക്ഷൻ, കൈമാറ്റം നടത്താൻ വേണ്ടി, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി, ജനങ്ങളുടെ പലവിധ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പൈസ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി കൈവശം വെക്കുന്നതിനാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയാണ് കൈമാറ്റം നടത്താൻ വേണ്ടി പൈസ കൈവശം വെക്കുന്നത്? എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അത് മൊത്തം കൈമാറ്റത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ഒരാളുടെ മൊത്തം കൈമാറ്റം, ഇപ്പോൾ ഒരു പ്രത്യേക സമയത്ത് ഒരു മാസത്തിലുള്ള ഒരു വ്യക്തിയുടെ മൊത്തം കൈമാറ്റം എത്രയാണോ അതിൻ്റെ ഒരു സെർട്ടൻ എമൗണ്ട് കൈവശം വെക്കണം എന്നാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ കൈമാറ്റം കൂടുതലാണെങ്കിൽ, ഒരു മാസത്തെ ആവശ്യമില്ല, അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി പൈസ കൈവശം വെക്കുന്നത് അത് കൈമാറ്റം കൂടുതലാണെങ്കിൽ കൂടുതൽ പൈസ കൈവശം വെക്കണം എന്നാണ്. ഇനി ഒരു വ്യക്തിക്ക് കൈമാറ്റം കുറഞ്ഞ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് കൈവശം വെച്ചാൽ മതി. അപ്പോൾ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ്സ് അപ്പോൺ ടോട്ടൽ ട്രാൻസാക്ഷൻ ആണ്. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. MTD, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ്സ് അപ്പോൺ K/T എന്നാണ്. MTD is equal to K/T. ഇതിൽ ഓരോ സിമ്പിൾസ് എന്തിനാ ഉദ്ദേശിക്കുന്നത് നോക്കണം. MTD
ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്നാണ്. MTD ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്നാണ്. കെ എന്ന് പറഞ്ഞ ഒരു ഭിന്നസംഖ്യ എന്നാണ്, പോസിറ്റീവ് ഫ്രാക്ഷൻ ആണ്. കെ ഇസ് ഈക്വൽ ടു എ പോസിറ്റീവ് ഫ്രാക്ഷൻ, ഒരു പോസിറ്റീവായുള്ള ഒരു മൈനസ് അല്ല, ഒരു പോസിറ്റീവായിട്ടുള്ള ഭിന്നസംഖ്യ, അതാണ് കെ എന്ന് പറയുന്നത്. ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ട്രാൻസാക്ഷൻ ആണ്. അപ്പം ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ്സ് അപ്പോൺ ടി, ടോട്ടൽ ട്രാൻസാക്ഷൻ. മൊത്തം കൈമാറ്റത്തിൻ്റെ സെർട്ടൺ പെർസെൻറ്റേജ് കൈവശം വെക്കുന്നതാണ്. മൊത്തം ഒരു മാസത്തിൽ ഒരു വ്യക്തി ഒരു 10,000 രൂപയുടെ കൈമാറ്റം ഉണ്ടെങ്കിൽ ആ 10,000 രൂപയും അദ്ദേഹം കൈവശം വെക്കണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ കെ ടൈംസ് കെ, അതാണ് കെ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം കൈമാറ്റത്തിൻ്റെ ഒരു കെ ടൈംസ് ഒരു ഭിന്നസംഖ്യയാണത്, ഒന്നിൽ കുറവായ ഒരു ഭിന്നസംഖ്യ, പോസിറ്റീവാണ്, പോസിറ്റീവ് ഫ്രാക്ഷനാണ് കെ എന്ന് പറയുന്നത്. അപ്പം മൊത്തം കൈമാറ്റത്തിൻ്റെ ഒരു കെ ഭാഗം കൈവശം വെക്കുന്നു എന്നാണ്. ഉദാഹരണത്തിന് ഒരു മൊത്തം കൈമാറ്റം ഒരു 1000 സങ്കല്പിക്കുക. 1000ന്റെ അര ഭാഗം, പകുതി കൈവശം വെക്കുന്നത് 500 കൈവശം വെക്കുന്നത്. അപ്പോൾ 1000 രൂപ കൈമാറ്റം ഒരാൾ, ഒരു മാസത്തിൽ 1000 രൂപ കൈമാറ്റം നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, അത് 1000 കൈവശം വെക്കേണ്ട എന്താണ്, അതിൻ്റെ ഒരു പകുതി, അതിൻ്റെ ഫ്രാക്ഷൻ കെ ടൈംസ്, അതിൻ്റെ ഒരു 1/2, അതിൻ്റെ പകുതി കൈവശം വെച്ചാൽ മതി എന്നാണ്. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ മൊത്തം കൈമാറ്റത്തിൻ്റെ എത്ര ഭാഗം എന്ന് പറയുന്നത്. അപ്പം 1000ന്റെ അര ഭാഗം 500 കൈവശം വെച്ചാൽ മതി എന്നാണ്. അപ്പം മൊത്തം കൈമാറ്റം കൂടുകയാണെങ്കിൽ ടി ആണ് ടോട്ടൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. മൊത്തം ടോട്ടൽ ട്രാൻസാക്ഷൻ കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ പൈസ കൈവശം വെക്കണം. കൂടുതൽ കൈമാറ്റമുള്ള ആൾക്ക് കൂടുതൽ പൈസ, ഈ കുറഞ്ഞ കൈമാറ്റമുള്ള ആളാണെങ്കിൽ കുറച്ച് പൈസ കൈവശം വെച്ചാൽ മതി. അപ്പം ടോട്ടൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ്സ് അപ്പോൺ ടോട്ടൽ ട്രാൻസാക്ഷൻ, മൊത്തം ട്രാൻസാക്ഷനെ ആശ്രയിച്ചിരിക്കുന്നു. മൊത്തം ട്രാൻസാക്ഷൻ കൂടുതലാണെങ്കിൽ കൂടുതൽ കൈവശം വെക്കണം, മൊത്തം ട്രാൻസാക്ഷൻ കുറവാണെങ്കിൽ കുറച്ച് കൈവശം വെച്ചാൽ മതി. അതാണ് ഇവിടെ. ഇനി ഈ സമവാക്യം വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ മാറ്റി എഴുതാം, മാത്തമെറ്റിക്കലി ഇതിനെ തലതിരിച്ചൊക്കെ മാറ്റി എഴുതാം. കെ ഇസ് ഈക്വൽ ടു MTD ഡിവൈഡ് ബൈ ടി എന്നൊക്കെ എഴുതാൻ വേണമെങ്കിൽ ഇത് നേരെ മറിച്ചിടുകയാണെങ്കിൽ ഇത് നേരെ പല രൂപത്തിൽ മാറ്റി എഴുതാം. മാത്തമെറ്റിക്കലി നമുക്ക് ഇതിനെ പല രൂപത്തിൽ മാറ്റി എഴുതാം. ഇതിൽ നിന്ന് കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ ഇതുകൊണ്ട് അയച്ചാൽ മതി. അപ്പോൾ MTD ഡിവൈഡ് ബൈ ടി, കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ ഇതുകൊണ്ട് അയക്കുക. അപ്പോൾ MTD ഡിവൈഡ് ബൈ ടി അങ്ങനെ എഴുതാം. ഇനി ഇതിൽ നിന്ന് ടി കണ്ടുപിടിക്കാം. ടി എന്താണ്, ടോട്ടൽ ട്രാൻസാക്ഷൻ വേണമെങ്കിൽ പ്രത്യേകം കണ്ടുപിടിക്കാം. ഇസ് ഈക്വൽ ടു 1/k ഇൻറ്റു MTD. അപ്പം അത് മാറ്റി എഴുതുന്നതാണ്. അപ്പോൾ ഇത് മാറ്റി എഴുതി ഈ രൂപത്തിലൊക്കെ നമുക്ക് എഴുതാൻ പറ്റും, മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് കെ കണ്ടുപിടിക്കാൻ പറ്റും. കെ ഇസ് ഈക്വൽ ടു MTD ഡിവൈഡ് ബൈ ടി. ഇനി ടി പ്രത്യേകമാണ് കണ്ടുപിടിക്കാം. ടി ഇസ് ഈക്വൽ ടു 1/k ഇൻറ്റു MTD അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ഒരു രാജ്യത്തിൽ മൊത്തം ഡിമാൻഡ് ഫോർ മണി എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. മൊത്തം ഡിമാൻഡ് മൊത്തം വരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ഡിമാൻഡ് ഫോർ മണി, ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി ഇൻ എൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം ഡിമാൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ MTD ഇൻ എൻ എക്കോണമി ഡിപ്പെൻഡ്സ് അപ്പോൺ KPY. കെ എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യ നേരത്തെ നമ്മൾ പഠിച്ചാണ്. പി എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈസ് ലെവലാണ്, വില നിലവാരം. പി എന്ന് പറഞ്ഞാൽ പ്രൈസ് ലെവൽ. വൈ എന്ന് പറഞ്ഞാൽ എന്താ, വൈ എന്ന് പറഞ്ഞാൽ ഇൻകം എന്നാണ്. വൈ ആണ് ഇൻകത്തിന് നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി ഇനി മാക്രോ എക്കണോമിക്സ് നമ്മൾ വൈ എന്നാണ് കൊടുക്കുക. അപ്പം വൈ ഇസ് ഈക്വൽ ടു ഇൻകം. അപ്പം ടോട്ടൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻ എൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തത്തിൽ ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ്സ് അപ്പോൺ കെ, ഒരു ഭിന്നസംഖ്യ നമുക്കറിയാം. പി എന്ന് പറഞ്ഞാൽ വില കൂടിയാൽ കൂടുതൽ കൈവശം വെക്കുന്നതാണ്. ഒരു വ്യക്തി ഒരു സെർട്ടൺ സാധനങ്ങൾ ഒരു മാസം വാങ്ങുമെന്ന് വിചാരിക്കുക. ഇനി വില കൂടുകയാണെങ്കിൽ അത് കൂടുതൽ കൈവശം വെക്കണം. അപ്പം വില നിലവാരം കൂടുന്നതിനനുസരിച്ച് ട്രാൻസാക്ഷൻ ഡിമാൻഡ് കൂടുന്നതാണ്. അപ്പോൾ പി പ്രൈസ് ലെവലാണ്, വില കൂടിയാൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി കൂടും. വൈ ഇൻകം, ഒരു രാജ്യത്തിൽ വരുമാനം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ കൈമാറ്റത്തിന് വേണ്ടി കൈവശം വെക്കുന്നതാണ്. അപ്പോൾ പോസിറ്റീവ് റിലേഷനാണ്. MTDയും പ്രൈസ് ലെവലും ഇൻകവും തമ്മിൽ പോസിറ്റീവ് റിലേഷനാണ്. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ പോസിറ്റീവ്ലി ഓൺ പ്രൈസ് ലെവൽ ആൻഡ് ഇൻകം. രാജ്യത്തിലെ മൊത്തം വരുമാനമാണ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം വരുമാനം കൂടിയാൽ കൂടുതൽ കൈവശം വെക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ പ്രൈസ് ലെവൽ കൂടിയാൽ കൂടുതൽ കൈവശം വെക്കും. അപ്പം MTD ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ്സ് അപ്പോൺ K, then price level in the economy and income in the economy. As income increases, the transaction demand for money also increases. There is a positive relation. ഇത്രയാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ജനങ്ങൾ
എന്താ പറയുക, കൈമാറ്റത്തിന് വേണ്ടി പൈസ, ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ കൈവശം വെക്കുന്നതിനെയാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഇനി അടുത്തത് പണത്തിൻ്റെ മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് എന്നാണ്. സ്പെക്കുലേഷന് വേണ്ടി ജനങ്ങൾ പൈസ കൈവശം വെക്കുന്നു. എന്താണ് സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ? വില കുറഞ്ഞ സമയത്ത് ഒരു അസറ്റ് വാങ്ങിയിട്ട് വില കൂടി സമയത്ത് വിൽക്കുന്നതിനെയാണ് നമ്മൾ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ആസ്തി വാങ്ങിയിരുന്നു, അത് അസറ്റ്. എന്താണ് അസറ്റ് എന്ന് പറയുന്നത്? അസറ്റുകൾ ഇപ്പോൾ ലാൻഡ് ഒരു അസറ്റാണ്, ദെൻ ബിൽഡിങ്സ് ഒരു അസറ്റാണ്, ഷെയറുകൾ അസറ്റാണ്. ഇങ്ങനെയുള്ള അസറ്റുകളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട് വില കുറയുന്ന സമയത്ത് വാങ്ങുന്നു, വില കൂടുമ്പോൾ വിൽക്കുന്നു. അതിനെയാണ് ഇത് പറയുന്നത് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്, ഊഹക്കച്ചവടം. അപ്പോൾ ഊഹക്കച്ചവടം നടത്താൻ വേണ്ടിയിട്ടും ജനങ്ങൾ പൈസ കൈവശം വെക്കുന്നുണ്ട്. ഊഹക്കച്ചവടം, ഭാവിയിൽ നേട്ടമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അസറ്റുകൾ വാങ്ങിക്കൂട്ടുന്നതാണ് ആ പ്രക്രിയ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഊഹക്കച്ചവടം, ഭാവിയിൽ എന്താ പറയുക, വില കൂടും എന്ന് പറയുക, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാം. വില കൂടുന്ന സമയത്ത് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകും, അല്ലെങ്കിൽ എന്ത് ലഭിക്കും, ജനങ്ങൾക്ക് നേട്ടം ഉണ്ടാകും. അപ്പോൾ ആ നേട്ടത്തിന് വേണ്ടി, ക്യാപിറ്റൽ ഗെയിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നഷ്ടം ഉണ്ടാവാം, ചിലപ്പം ഭാവിയിൽ വില കുറഞ്ഞ് നഷ്ടം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ സ്പെക്കുലേഷന് വേണ്ടിയും ജനങ്ങൾ പൈസ കൈവശം വെക്കുന്നുണ്ട്. ഡിമാൻഡ് ഫോർ മണി ഫോർ സ്പെക്കുലേഷൻ, സ്പെക്കുലേറ്റീവ് പർപ്പസസ്. അപ്പോൾ ആ സ്പെക്കുലേഷന് വേണ്ടിയും എന്താണ് ജനങ്ങൾ കൈവശം വെക്കുന്നുണ്ട്. ഇനി അത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? സ്പെക്കുലേഷന് വേണ്ടി ജനങ്ങൾ പൈസ കൈവശം വെക്കുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഇതിനെ ആശ്രയിച്ച് നോക്കൂ, ഇൻട്രസ്റ്റ് റേറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. പലിശ നിരക്ക്, സമൂഹത്തിലുള്ള പലിശ നിരക്കിനെ ആശ്രയിച്ചിരിക്കുന്നു. സ്പെക്കുലേഷന് വേണ്ടി, ഊഹക്കച്ചവടത്തിന് വേണ്ടി ജനങ്ങൾ പൈസ കൈവശം വെക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. നെഗറ്റീവ് റിലേഷനാണ്. ഇത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളതൊരു പുതിയ ബുക്കിൽ ആ ഡീറ്റെയിൽസ് ഇല്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി, അതൊരു നമ്മൾക്ക് ഗ്രാഫിലൂടെ കാണിക്കുന്നുണ്ട്. ഇവിടെ എക്സ് ആക്സിസിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയാണ്, വൈ ആക്സിസിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നെഗറ്റീവ് റിലേഷനാണ്. സ്പെക്കുലേഷന് വേണ്ടി ജനങ്ങൾ പൈസ കൈവശം വെക്കുന്നത് പലിശ നിരക്കിനെ ആശ്രയിച്ചിരിക്കുന്നു. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, സമൂഹത്തിലുള്ള അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലുള്ള പലിശ നിരക്ക്, ബാങ്കിൻ്റെ പലിശ നിരക്കിനെ ആശ്രയിച്ചിരിക്കുന്നു. അത് നെഗറ്റീവ് റിലേഷനാണ്. അതിൻ്റെ അർത്ഥം പലിശ നിരക്ക് കൂടിയാൽ സ്പെക്കുലേഷന് വേണ്ടി പൈസ കൈവശം കുറയും. ഇനി പലിശ നിരക്ക് കുറഞ്ഞാൽ സ്പെക്കുലേഷന് വേണ്ടി പൈസ കൈവശം വെക്കുന്നത് കൂടും. അത് നെഗറ്റീവ് റിലേഷനാണ്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ നെഗറ്റീവ് റിലേഷനാണ്. ആ റിലേഷൻ കാണിക്കുന്നതാണ് ഇവിടെ ഈ ഒരു ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് മാക്സിമത്തിലുള്ളൊരവസ്ഥയുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് മിനിമത്തിലുള്ളൊരവസ്ഥയുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് മാക്സിമം, ഇൻട്രസ്റ്റ് റേറ്റ് മിനിമം. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് മിനിമത്തിലാവുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഇൻഫിനിറ്റ് ആവുന്നത്. ഈ ഡയഗ്രം ഇങ്ങനെ പോകുന്ന സമയത്ത് പാരലൽ ലൈൻ ഇങ്ങനെ ഇൻഫിനിറ്റിയെ കാണിക്കുന്നത്, അല്ലെ അൺലിമിറ്റഡ്. ഇപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് മിനിമത്തിലാവുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് അനന്തമാണ്, എത്രയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കേസിലൊക്കെയാണ്, ഇവിടെയാണെങ്കിൽ ഇത്ര സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഇത്രയാണ്, ഇത്ര ഉണ്ടാവും. ഇവിടെയാണെങ്കിൽ ഇത്ര ഉണ്ട്. ഈ കേസിൽ എത്ര അനന്തമായി പോവുകയാണ്. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് മിനിമത്തിലാവുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് അനന്തമായിരിക്കുന്ന അവസ്ഥയാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്നറിയപ്പെടുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് മിനിമത്തിലാവുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് അനന്തമായിരിക്കുന്ന അവസ്ഥ, അതിൻ്റെ പേരാണ് പറയുന്നത് ലിക്വിഡിറ്റി ട്രാപ്പ്. അത് മുൻ വർഷങ്ങളിൽ ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പം പുതിയ ബുക്കിൽ അത് കൂടുതൽ വിശദീകരണമൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് ഇൻട്രസ്റ്റ് റേറ്റും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതാണ്, നെഗറ്റീവ് റിലേഷനാണ്. ദാറ്റ് മീൻസ് വെൻ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസസ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഡിക്രീസസ്, ആൻഡ് വെൻ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഇൻക്രീസസ്. നെഗറ്റീവ് റിലേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്, ജനങ്ങൾ ഊഹക്കച്ചവടത്തിന് വേണ്ടി പൈസ കൈവശം വെക്കുന്നത് മാർക്കറ്റിലെ പലിശ നിരക്കിനെ ആശ്രയിച്ചിരിക്കുന്നു. പലിശ നിരക്ക് കൂടിയാൽ കുറച്ചാണ് കൈവശം വെക്കുക, പലിശ നിരക്ക് കുറഞ്ഞാൽ കൂടുതൽ കൈവശം വെക്കും എന്നുള്ളതാണ് പഠിക്കുന്നത്. ഇനി അതിൻ്റെ സമവാക്യം ഇൻട്രസ്റ്റ് റേറ്റിനെ ആശ്രയിച്ചിരിക്കുന്നത്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഇൻട്രസ്റ്റ് റേറ്റിനെ ആശ്രയിച്ചിരിക്കുന്ന സമവാക്യമാണത് MSD. MSD എന്ന് പറഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്നാണ്. MSD ഈക്വൽ ടു R മാക്സിമം മൈനസ് R ഡിവൈഡ് ബൈ R മൈനസ് R മിനിമം. ഇതാണ് അതിൻ്റെ ഫോർമുല. ഇവിടെ MTD KPY ട്രാൻസാക്ഷൻ ഡിമാൻഡ്, KPY ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻട്രസ്റ്റ് റേറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു കാണിക്കുന്നു. ഇനി ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി നമ്മൾ MD എന്ന് കൊടുക്കാം.
MD, ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി, MD is equal to MTD plus MSD. നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി എഴുതാം. MTD is equal to KPY, MTD is equal to KPY, MSD is equal to R max minus R divided by R minus R minimum. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി ഇങ്ങനെ എഴുതാവുന്നതാണ്. ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി. എത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? എന്തൊക്കെയാണ്? ഡിമാൻഡ് ഫോർ മണിയാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഈ ഒരു ഇതിൽ പഠിച്ചത്. എന്തൊക്കെയാണ്? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ആൻഡ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഓക്കെ, താങ്ക് യു.